ഹലോ, വെൽക്കം ടു ലിവിങ് ഡിജിറ്റൽ. ഇന്ന് ഞാനൊരു മൊബൈൽ ഫോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എയ്സർ സൂപ്പർ ZX. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മലയാളത്തിൽ എപ്പോഴും ഞാൻ പെർഫ്യൂം റിവ്യൂസ് ആണ് ചെയ്യാറുള്ളത്. ലിവിങ് ഡിജിറ്റലിൽ ഇടയ്ക്ക് എന്തെങ്കിലും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം നമ്മളെ ചാനലിന്റെ നെയിമായിട്ട് ഒന്ന് നീതി പുലർത്തണമല്ലോ. സോ അതിന്റെ ബേസിൽ ചെയ്യുന്നതാണ്. പക്ഷെ ഈ എയ്സറിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യാനുള്ള കാര്യം അതല്ല. ഇത് ഈ അടുത്ത് വന്ന ഒരു മൊബൈൽ ഫോണാണ്. ഏസറിന് കുറേ നാളായിട്ട് ഫോൺസ് ഇല്ല. പക്ഷെ ഈ റീസെന്റ് അവർ വീണ്ടും ഐ തിങ്ക് അറൌണ്ട് 2012-13 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇവര് 2015 ഐ ഗസ് ആ ഒരു ടൈമിലായിരിക്കും ഇവര് ഫോൺ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ബിസിനസ് നിന്ന് മാറിയിട്ട് ഇപ്പൊ വീണ്ടും ആഫ്റ്റർ 10 ഇയേഴ്സ് വീണ്ടും ഏസർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോൺ എങ്ങനെ ഉണ്ട് എന്നുള്ളത്, ഇത് കുറേ നാളായിട്ട് ആമസോണിൽ ഐ തിങ്ക് മോർ ദാൻ 1 മന്ത് ആയിട്ട് ആമസോണിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരൊരു നോട്ടിഫിക്കേഷൻ ഇട്ടായിരുന്നു, ഏസറിന്റെ ഫോൺ വരുന്നുണ്ടെന്നുള്ളത്. പിന്നെ GSMRനെ നോക്കിയ സമയത്ത് അതിലവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏസർ ഇന്ത്യയിൽ ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഏസറിന്റെ TV മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ടീം തന്നെയാണ് ഈ സാധനവും ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. സോ സർവീസും കാര്യങ്ങളൊക്കെ അവർ ത്രൂ ആണ് നടക്കുന്നത്. നമ്മളെ ഏസർ ലാപ്ടോപ്സ് ഒക്കെ കിട്ടുന്ന വെബ്സൈറ്റിൽ നോക്കിയിട്ട് മൊബൈൽ ഫോണുകളുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പൊ ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ആയോ എന്ന് അറിയൂല. അപ്പൊ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 8,999 ആണ്. പിന്നെ അതിൽ നമ്മൾ ആമസോൺ പിന്നെ അവരുടെ ആമസോൺ പേ വഴി ചെയ്യുകയാണെങ്കിൽ ഒരു 50 റുപ്പീസ് ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. സോ 8,949 അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നത്. സോ ഇത് എങ്ങനെയുണ്ട്, ഈ ഒരു പ്രൈസിന് ഇത് വർത്ത് ആണോ അല്ലേ, എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. പിന്നെ മാത്രമല്ല, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി 2 പർപ്പസുകളാണ്. ഒന്ന്, എൻ്റെ പല വീഡിയോസും കണ്ടവർക്ക് അറിയാം, ഞാൻ മോസ്റ്റ്ലി പല ബ്രാൻഡുകളുടെയും മൊബൈൽ ഫോണുകൾ വെറുതെ കളക്ട് ചെയ്യാറുണ്ട്, ഓരോന്നും എങ്ങനെയുണ്ട് എന്നുള്ളത്. അത് പഴയ കാലത്തെ ഫോണുകളാണ് കൂടുതലുള്ളത്. പക്ഷെ അന്നൊക്കെ ഫോണുകൾക്ക് ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ സോണി എറിക്സന്റെ ഒരു ഇന്റർഫേസ് ആവില്ല സാംസങ്ങിലുള്ളത്, സാംസങ്ങിൻ്റെതാവില്ല സീമൻസിലുള്ളത്, സീമൻസ് ആവില്ല നോക്കിയയിലുള്ളത്. അങ്ങനെയാണ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആൻഡ്രോയിഡും iOSഉം ഈ ഒരു 2 ഓപ്ഷൻ മാത്രം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തെടുത്താലും അതിൻ്റെതായ സിമിലാരിറ്റീസ് എല്ലാത്തിലും കാണാൻ പറ്റും. സോ ജസ്റ്റ് ഫോർ ഒന്ന് ഈ ഒരു പർപ്പസ് ആണ്, ആ ഒരു ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതും. പിന്നെ ഒരെണ്ണം, ഞാൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു 10K ഉള്ളിൽ വരുന്ന ഒരു മൊബൈൽ ഫോൺ നോക്കേണ്ടായിരുന്നു. ഒരു 6.8 സ്ക്രീൻ വരുന്നത്. അതെന്തിനാ വെച്ചാൽ എനിക്കൊരു ടാബ്ലറ്റിന്റെ ഒരു യൂസ്, ഇടയ്ക്കിടയ്ക്ക് ടാബ്ലറ്റ് ഓർ ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറ്. നമ്മൾ മോസ്റ്റ്ലി ട്രാവലിങ്ങിലൊക്കെ ലാപ്ടോപ്പും നമ്മൾ കൂടെ കൊണ്ടുനടക്കുക എന്നുള്ളത് പ്രയാസമായതുകൊണ്ട് മിക്ക പർപ്പസുകളും നമ്മൾ ഈ പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്തൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഫോൺ വാങ്ങിച്ചാൽ ടാബ്ലറ്റിനേക്കാളും എഫിഷ്യൻ്റ് ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട്, അതായത് ഇല്ലാത്തൊരു നീഡ് ഉണ്ടാക്കിയിട്ടും കൂടി വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ അധികം പറഞ്ഞു പോകണില്ല. ഞാൻ ഈ ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സ് വന്നത്. ഈ സാധനം വന്നത് ആക്ച്വലി ഇങ്ങനെ ഒരു പൗച്ചിലായിരുന്നു കേട്ടോ. ഇതാണ് അതിന്റെ കവർ, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം പറയാം, ഇത് കൺസിഡർ ചെയ്തപ്പോൾ ഇതിന് ആകെ പ്രൈസ് വന്നത് 8,949 ആണ്. സോ ആ ഒരു പ്രൈസിൽ നമുക്ക് MediaTek Dimensity 6300 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. പിന്നെ ഇത് 4GB 128 ആണ്. ഇത് 6GB 128ഉം പിന്നെ 8GB 128 ആയിട്ടും ഇത് വരുന്നുണ്ട്. 18,999 ആണ് പ്രൈസ് ഇട്ടിട്ടുള്ളത്. ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഒരു ഇന്ത്യൻ കമ്പനി തന്നെയാണ്. ഇതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, പാജറ്റ് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു കമ്പനി തന്നെയാണ് ആക്ച്വലി നമ്മുടെ ഷവോമിൻ്റെ ഫോൺസും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് ഇൻകെൽ ടെക്നോളജീസ്, ഇവരാണ് ഇതിൻ്റെ സർവീസ് നൽകുന്നത്. സോ ഇവിടെ ഇതിൻ്റെ സാർ വാല്യൂസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത്. മൊബൈൽ ഫോൺ, അഡാപ്റ്റർ ഉണ്ട്, ചാർജ്, USB കേബിൾ ഉണ്ട്, സിം ഇജക്ടർ പിൻ ഉണ്ട്, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, പിന്നെ മൊബൈലിൽ ഒരു കേസും. പിന്നെ കേസ് ഇതിൽ മെൻഷൻ ചെയ്യാത്തൊരു കാര്യമുള്ളത്, അതിനൊരു സ്ക്രീൻ പ്രൊട്ടക്ടറും വെച്ചിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് ഹൊറൈസൺ മെയ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഏസറിൻ്റെ ഫോണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ കുറച്ച് തവണയെ കണ്ടിട്ടുള്ളൂ. ഒരു 2013 ആ ഒരു സമയത്തൊക്കെ ഏസറിൻ്റെ ഫോൺ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന സമയത്ത് ഓഫീസിൽ ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു ഏസറിൻ്റെ ഫോണുകൾ. സോ അന്നേരം എന്തോ ഏസർ ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ അന്ന് എന്തായാലും എനിക്കത് വാങ്ങാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നീട് ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വാങ്ങിച്ചു മാത്രം. സോ ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്താൽ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് വീണ്ടും ഇതിൽ തന്നെ തിരിച്ചു വെച്ചതാണ് കേട്ടോ. കാരണം ഇത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കുമ്പോൾ അല്ലേ അതിൻ്റെതായ പർപ്പസ് കാണിക്കുന്നത്. സോ ഇതാണ് ഒരു കേസാണ്, സാധാരണ ഒരു സോഫ്റ്റ് കേസാണ്, TPU കേസാണ്. പിന്നെ ഇതാണ് ഫോൺ വരുന്നത്. ഇപ്പം ഞാൻ അടുത്തിടെ ഒരു ഗൂഗിൾ പിക്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ്. ഇവിടെ ഒരെണ്ണുണ്ട് പിക്സൽ. ഇതാണ് പിക്സൽ. സോ ഈ പിക്സൽ വാങ്ങിയ സമയത്ത് അതിൽ അവർ സീറോ പ്ലാസ്റ്റിക് അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഈ കവറുകളെല്ലാം വേറൊരു ടൈപ്പായിരുന്നു. സോ ഇതാണ് ഹാൻഡ്സെറ്റ് വരുന്നത്, ഏസർ. സോ ഇവിടെ ക്യാമറൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാമറ, നമ്മുടെ വിവോയിലൊക്കെ കണ്ട പോലെ ഇവിടെ ഒരു ലൈൻസ് ഒക്കെ ഉണ്ട്. ഇത് തിരിയൊന്നുമില്ല. ഇത് തിരിയുന്നൊരു ഫോണുണ്ട്, മറ്റേ റെഡ് മാജിക്കിൻ്റെ ഒരു ഫോണുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവുന്നത്. ഇവിടെ അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രിപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 ക്യാമറയും ഒരു ഫ്ലാഷും ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം എന്തൊക്കെയാണെന്നുള്ളത്. ബാക്കി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏസറിൻ്റെ ഒരു വാറണ്ടി കാർഡ്, ഇത് USB കേബിളാണ്. ഈ കേബിൾ ഒരു ക്ലോത്ത് ടൈപ്പാണ്. പിന്നെ സിം ഇജക്ടർ ടൂള് ഇത് ചാടിയതാണ്. നെക്സ്റ്റ് തിങ് ചാർജറാണ്. ഇത് 33 വാട്ട്സിൻ്റെ ചാർജറാണ്. സോ ഇങ്ങനത്തെ ഒരു 33 വാട്ട്സിൻ്റെ ഒരു ചാർജർ വാങ്ങിക്കാൻ തന്നെ നമുക്ക് എന്തായാലും 1000 rupees ആകും കോസ്റ്റ് വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോൺ ആക്ച്വലി വളരെ ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലത്തെ ചെറിയ ബജറ്റിൽ വരുന്ന ഫോണുകൾ, ഇത് ഈ സ്ക്രീൻ ഗാർഡും ഇത് പ്രീ അപ്ലൈഡ് ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡൗട്ട്, ഈ ഒരു എനിക്ക് കിട്ടിയ പീസിൽ അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8000 9000 വരുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാനുള്ള പർപ്പസിനോ അതല്ലെങ്കിൽ ഭയങ്കരമായ ഫോട്ടോഗ്രാഫിക്ക് ഉള്ളതൊന്നുമല്ല. അതിനൊക്കെ നിങ്ങൾ ഇതുപോലത്തെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഫോണുകൾ യൂസ് ചെയ്യുക. ഇത് ജസ്റ്റ് ബേസിക് നീഡ്സിനുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇത്തരം ഫോണുകൾ വാങ്ങിക്കുക. ഈ ഫോണുകൾ വാങ്ങിക്കുന്നതിൽ നല്ലൊരു ശതമാനം അതായത് അധികം ഏജ് എത്താത്ത, പിന്നെ നമ്മുടെ ഒരു 25 ഏജിനുള്ളിലുള്ള ആൾക്കാരായിരിക്കും. അവർ ഭയങ്കര എക്സ്പെക്ടേഷൻസിൽ വാങ്ങിക്കും ഗെയിം കളിക്കാമെന്നുള്ളതൊക്കെ കരുതി, കാരണം ചെറിയ പ്രൈസൊക്കെ കാണുമ്പോൾ. പക്ഷേ പിന്നീട് അവരത് നിരാശരാകുകയും ചെയ്യും. സോ ഒരിക്കലും വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺസ് ഒരിക്കലും ഗെയിമിങ്ങിൻ്റെ ഒരു പർപ്പസിന് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക്, ഈ 2 സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് ബേസിക് നീഡ്സിനുള്ളതാണ്. അത് ആദ്യമേ മനസ്സിലാക്കുക. എന്നിട്ട് എന്താ പറയുക, ഇത് വേണോ വേണ്ടെന്നൊക്കെ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഫോൺ വരുന്നത്. ഇത് വളരെ വലിയ ഫോണാണ്. കാണിക്കുക. ഇപ്പം എൻ്റെ പിക്സലാണത്. വേണ്ടത് ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വേറെ ഒരെണ്ണം മോട്ടറോള ഉണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണുകൾ തന്നെയാണ്. അവിടെ ഇത്രയും ഡിഫറൻസസ് വരുന്നുണ്ട്. സോ ഇവിടെ വോളിയം അപ്പ് ഡൗണ്, പിന്നെ ഇത് പവർ ബട്ടന്, അതിൻ്റെ കൂടെ തന്നെ ഇതിൽ നമ്മുടെ ഫിംഗർ ടച്ച് ഉണ്ട്, ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓഫാക്കി ഓണാക്കിയതാണ്, അതുകൊണ്ടാണത്. നല്ല ഫാസ്റ്റാണ് ഇതിൻ്റെ ഈ ഫിംഗർ പ്രിൻ്റ് റീഡറൊക്കെ ഫാസ്റ്റാണ്. പക്ഷേ ഇത് പിക്സലും ഫാസ്റ്റ് തന്നെയാണ്. ഓക്കെ, പക്ഷേ പിക്സലിനൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ എല്ലാ ഫോണിൻ്റെയും ഓപ്പോസിറ്റാണ് പിക്സൽ. ഇവിടെ ഇത് വോളിയം അപ്പ് ഡൗൺ, താഴെയാണ് പവർ ബട്ടൺ വരിക. പിക്സലിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു പ്രശ്നം, പവർ ബട്ടൺ മേലെ. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രശ്നം പിക്സലിനുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രീന് വരുന്നത്. ഞാൻ ഈ വാൾപേപ്പർ ഇതിൽ നിന്നുള്ള വാൾപേപ്പർ വെച്ചതാണ്. ഇതിൽ കുറേ വാൾപേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇതിൽ വേറൊരു സംഭവമില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ട് വന്ന ഒരു ഫോൺ തന്നെയാണ്. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ ആപ്പുകൾ ChatGPT, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. ആമസോൺ പിന്നെ എന്താണ് ആമസോൺ പേ കാര്യങ്ങളൊക്കെ. ഇത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് വരുന്ന ഒരു ഫോണാണ്. നമ്മുടെ പിക്സലിനൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉള്ള ഒരു മെനു ആണ് ഇതിനുള്ളത്. കണ്ടോ, ഇതിങ്ങനെ തന്നെയാണുള്ളത്. പക്ഷേ ഇതിലൊരു ബെനിഫിറ്റ് ഉള്ളത് ഞാൻ കണ്ടത്, ഇതിൽ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിക്സലിലും ഉണ്ടാവും, പക്ഷേ ഞാൻ പിക്സലിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ വാൾപേപ്പർ സ്റ്റൈല് കാര്യങ്ങൾ, പിന്നെ ഈ ഹോം സെറ്റിങ്സ്, ഈ ഇതിൽ വന്നിട്ട് നമുക്ക് ലോഗോസ് മാറ്റാൻ പറ്റും, ഓരോ ഷേപ്പിലേക്ക് മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഇനി ഇതിലുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിൽ ക്യാമറ വരുന്നത് ഇത് ഒരു 64 മെഗാ പിക്സൽ എന്ന് അവർ എഴുതിയിട്ടുണ്ട്. സോണി സെൻസർ എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഇത് രണ്ടും 2 മെഗാ പിക്സലാണ്. ഒന്ന് ഡെപ്തും പിന്നെ ഒന്ന് മാക്രോയാണ്. അത് രണ്ടും യൂസ്ലെസ് ആണ്. ഈ 2 മെഗാ പിക്സലൊക്കെ പഴയ കാലത്ത് നോക്കിയ പഴയ ഫോണുകളൊക്കെ വന്നിട്ടുള്ള കാലത്തൊക്കെ അന്നൊക്കെ 2 മെഗാ പിക്സലിന് കുറച്ചെങ്കിലും ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള എന്തിനോ വേണ്ടി വെച്ച 2 മെഗാ പിക്സലാണ്. പിന്നെ ഫ്ലാഷ്, പിന്നെ വേറെ ഇപ്പം ഇതിൻ്റെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ ഈ ഫോണ് എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്ക ഫോണുകളും ഇവിടെ ഫ്ലാറ്റ് ആയിട്ടാണ് കാണാറുള്ളത്. ഇത് കുറച്ചൊരു റൗണ്ട് ഷേപ്പാണ്. മാത്രമല്ല ഈ ഒരു മേലെ ഭാഗമൊക്കെ കണ്ടാൽ ഇത് ഷവോമിൻ്റെ ഒക്കെ ഏതൊക്കെയോ പഴയ ഫോൺസിൻ്റെ ഒക്കെ ഒരു രൂപമുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ മറന്നു. ഇത് ടൈപ്പ് സി ചാർജറാണ്. പിന്നെ മൈക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട് ഇതിൽ. പിന്നെ ഇവിടെ സ്പീക്കറാണ്. ഈ സൈഡ് പ്ലെയിൻ ആണ്. ഇവിടെയും സ്പീക്കറാണ്. ഇത് രണ്ട് ഡുവൽ സ്പീക്കർ ഉണ്ട് കേട്ടോ, ഡുവൽ സ്പീക്കേഴ്സ് ഉണ്ട്. ഇത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. പിന്നെ സാധാരണ സ്പീക്കറാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതായിരിക്കും എന്ന് കരുതിയിരുന്നു. ഇപ്പോൾ കാരണം എൻ്റെ അടുത്തുള്ള ഈ മോട്ടറോളയിൽ ഇവിടെ സ്പീക്കർ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഇതാണ് വരുന്നത്. അത് ഈവൻ പിക്സലിലും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് താഴെ പിന്നെ ഇവിടെ ടോപ്പിലും സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ലോക്ക് ഓപ്പൺ ചെയ്താൽ ഞാൻ ഓക്കെ ശരിയാവുന്നുണ്ട്. ഇതെങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു കോപ്പിറൈറ്റ് അടിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒന്ന് വൈഫൈ. ഇത് 5G ഫോണാണ്, പറയാൻ വിട്ടുപോയി. ഓക്കെ, നല്ല ലൗഡറാട്ടോ. ഇത് നല്ല ലൗഡറാണ്, ഹെവി ലൗഡറായിട്ടാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. ശരിക്ക് ചില ലാപ്ടോപ്പുകളെ വെല്ലുന്ന സൗണ്ട്. ഇവിടെയും സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്. നല്ല നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് സൗണ്ട് വരുന്നത്. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട്. മാത്രമല്ല ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഫോണ് ഈവൻ ദോ 200 ഗ്രാംസ് വെയിറ്റ് ഉണ്ടെങ്കിലും ഇത് അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് എന്ന സ്ഥലത്ത് ഇത് ഭയങ്കര വെയിറ്റുമാണ്. ഒരു തരം എന്തോ ഒരു ഇരുമ്പ് പിടിച്ച പോലെയാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു വെയിറ്റും ഇല്ല, അത്ര വലിയൊരു ഫീലും ഇല്ല. പിന്നെ ഇതിന് എനിക്ക് തോന്നിയ പിക്സലുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ പ്രൈസിന്, ഈ പിക്സലിന്റെ പ്രൈസിന് ഇതൊരു 5 വാങ്ങിക്കാൻ കിട്ടും, 4-5 വാങ്ങിക്കാം. പക്ഷേ ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം, ഇതിന്റെ ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ഇത് വളരെ ബേസിക് ആണ്. നമുക്ക് ഇതിൽ പിക്സലിലോ അല്ലെങ്കിൽ ഈവൺ ഐഫോണിലോ ഒന്നും കിട്ടുന്ന ആ ഒരു ഹാപ്റ്റിക്സ് ഇതിന് കിട്ടുന്നില്ല. സാധാരണയായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഇതിൽ കിട്ടുന്നത്. സോ അതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ ഞാൻ ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നത്. ഇതിലേക്ക് ഞാൻ വരാം. ബാക്കി പറഞ്ഞ ഓക്കെ, ക്യാമറ ഈസിൻ്റെ റെസ്പോണ്ടിങ് കണ്ടാ. ഇതാണ് ഈ ഫോണിനുള്ള ഒരു മെയിൻ പ്രോബ്ലം. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഭയങ്കര സ്ലോ ആണ് ഈ ഫോണ്. അത് ഈ 4GB റാം ആയതുകൊണ്ടാണ് ഈ ഒരു സ്ലോ വരുന്നതിൻ്റെ ഒരു റീസൺ. ഓക്കെ, ഇത് 60 FPS-ലും 30 FPS-ലൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ഈ ഒരു സ്ക്രീനിന് ഒരു 2 to 3 സെക്കൻഡ്സിനൊക്കെ ഡിലേ ചില സമയത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ ക്യാമറ, ഫ്രണ്ട് ക്യാമറ. ഓക്കെ, അപ്പോൾ ഈ ഫോണിൻ്റെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വരുന്നത്. പിന്നെ ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഫീച്ചേഴ്സ്, ഇത് ഈ ഒരു പ്രൈസിന് വെർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വെർത്ത് ആണ്. ഇതൊന്നും ഗെയിമൊന്നും കളിക്കുന്ന ഫോണല്ല. സാധാരണ നമ്മൾ പെൻഡ്രൈവ് യൂസ് ചെയ്യാനോ വല്ല മൂവീസ് കാണാനോ അതല്ലെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാവും, ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് സിനിമ ഒക്കെ കാണാൻ പറ്റും. പിന്നെ എന്നെ പോലെ ഇത് ഓഫീസ് ഫയൽസ്, നമ്മളൊരു ടാബ്ലറ്റിനൊക്കെ പകരം ഒരു ഓഫീസ് ഫയൽസ് യൂസ് ചെയ്യുക, എവിടെയെങ്കിലും ഒരു ബ്ലൂടൂത്ത് കീബോർഡിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഫോണ്. ഇനി ഇതിൻ്റെ ഞാൻ കണ്ട ഒരു ഡിസഡ്വാൻറ്റേജസിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഈ ഒരു സ്ക്രീനാണ്. ഇത് അത്ര അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈവൻ ദോ ഇതിൽ 120 Hz സ്ക്രീൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര അത്ര ഒരു റെസ്പോൺസ് ഈ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നില്ല. ഇത് ഫുൾ HD ഡിസ്പ്ലേ ആണ്.
അതാണ് ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടത്. പിന്നെ അടുത്തൊരു ഡ്രോബാക്ക് ഇതേപോലെ ക്യാമറ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്പുകൾ നമ്മൾ തുറന്നാൽ ഒരു ഇത്തിരി സമയം അതിന് എടുക്കുന്നുണ്ട്. ഒരു 2 to 3 seconds ഒക്കെ സാധാരണ ഫോണുകളെക്കാളും ഈ ഒരു ഫോണ് ലോഡ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. മാത്രമല്ല ചില സമയങ്ങളിൽ ഇതേപോലെ ഇത് റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാ വെച്ചാൽ ഒന്ന് 4GB ആണ് ഞാൻ വാങ്ങിയ വേരിയന്റ്, അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം. പിന്നെ ഇതിപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത ഫോണ് പിന്നെ ഓൺ ചെയ്തതാണ്. മേ ബി അതിൻ്റെ ഒരു സമയം ഉണ്ടായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആ ഒരു പ്രോബ്ലം, അതായത് ഇത് അത്ര ഭയങ്കര ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ഹാൻഡ്സെറ്റ് അല്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്ക്രീന് കുഴപ്പമില്ല. ഇതിൽ 5G ഉണ്ട്. ഇത് സ്ക്രീൻ പറഞ്ഞാൽ ഇത് എന്താ പറയുക IPS LCD ആണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ലൈൻ വരുന്ന പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനേ പറ്റില്ല, പേടിയാണ്. കാരണം അപ്ഡേറ്റ് ചെയ്ത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലൈനും വെച്ച് നടക്കണം. ഇത് ആ ഒരു പ്രശ്നം. IPS LCDക്ക് ആ ഒരു പ്രശ്നമില്ല. ബട്ട് ക്വാളിറ്റി വൈസ് എപ്പോഴും LED തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് IPSനേക്കാളും. ബട്ട് സ്റ്റിൽ ഇത് എന്താ പറയുക, അത്ര ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഒന്നുമല്ല. അപ്പോൾ ഇവിടെ പിന്നെ ഇതിനേക്കാൾ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും LED ആണ്. ബട്ട് ഇവിടെ 5000 mAh ബാറ്ററി ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കാരണം എൻ്റെ ഉള്ള മറ്റു ഫോണുകൾക്കൊന്നും അത്ര ബാറ്ററി ഇല്ല. ഇത് 4300 ആണ്, ഇതും 4300 ആണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോൺ 3700 രൂപ, അത് ഗാലക്സി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയത് ഇത് നല്ല വെയിറ്റ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കയ്യിലൊക്കെ വെച്ചാലൊന്നും അത്ര വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഈ ഒരു പ്രീമിയം ലുക്ക്, ഞാൻ ഈ ഫോണ് എൻ്റെ കയ്യിലുള്ളതല്ലാതെ ഞാൻ വാങ്ങിക്കുന്ന മുന്നേ ഞാൻ കോഴിക്കോട് നിന്ന് ഒരാൾ കോൾ ചെയ്യുന്നത് ഞാൻ നോക്കി. അപ്പോൾ ഇവിടെ താഴെ ഏസർന്നും ഈ ഒരു റൗണ്ടാണ് എന്നെ ഇത് അതാണെന്ന് മനസ്സിലാക്കിയത്. അത് കാണുമ്പോൾ നമുക്ക് ഇത് തിരക്കടില്ലാത്തൊരു ഫോണാണ് എന്നുള്ള ഒരു കാഴ്ചക്ക് ഈ ഒരു സാധനത്തിന് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്ലാഷ് വാല്യൂ ഉണ്ട് ഇതിന്. അതാണ് എനിക്ക് തോന്നിയ അടുത്തൊരു ബെനിഫിറ്റ്. പിന്നെ അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത് വേണ്ട, ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ ഉണ്ട്, പിന്നെ അത് 33 watts ഉണ്ട്. പിന്നെ ഇവിടെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല ഫോണുകളിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒന്ന് ക്യാമറ നോക്കുക വേണ്ട, വളരെ ബേസിക് ആയിട്ടുള്ള ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറും അത്ര ഒരു സ്മൂത്ത് അല്ല, കുറച്ചൊരു ലാഗ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സാധനമായതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് 4GB റാമാണ്. 4GB റാം ഉള്ള ഫോണുകൾ ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ഞാനൊരു കണ്ടിരുന്നു. അപ്പോൾ അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഫോണിനെ സംബന്ധിച്ച്. പിന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്, ഇവരുടെ സർവീസ് കാര്യങ്ങൾ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ആളുകൾ. ഈ ഏസറിൻ്റെ TVക്കൊക്കെ ഒരുപാട് ആളുകൾ കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ട്. അതായത് കംപ്ലൈൻ്റ് ആയാൽ സാധനങ്ങൾ കിട്ടാൻ പണിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത്. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇനി അടുത്തൊരു പ്രശ്നം, ഇത് ആൻഡ്രോയിഡ് 15 ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനപ്പുറത്തോട്ട് ഇനി ഒരു ആൻഡ്രോയിഡ് ഇതിൽ കിട്ടൂല. ഇനി എന്തെങ്കിലും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വന്നെങ്കിലേ ഉള്ളൂ. അത് എത്ര ഉണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നും ഇവർ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഈവൺ ഇപ്പോൾ പുതിയതായിട്ട് വന്ന അൽക്കട്ടലിൻ്റെ ഫോൺസ് അഥവാ TCLൻ്റെ ഫോൺസ് പിന്നെ റീബ്രാൻഡ് ചെയ്ത് വന്ന അൽക്കട്ടൽ ഫോൺസിൽ അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്ര ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്നു. അതിലും 4GB വേരിയൻറ്റ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ 4GB ചിലപ്പോൾ അതിൽ നെക്സ്റ്റ് അപ്ഡേറ്റിൽ ആൻഡ്രോയിഡ് 16 ഗോ വേർഷൻക്ക് മാറാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയാണ് അത് മുന്നോട്ടുണ്ട്. പക്ഷേ ഇതിൽ എവിടെയും അങ്ങനെയല്ല. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോൺ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് കയ്യിൽ പിടിച്ച് യൂസ് ചെയ്ത് ഇങ്ങനെ മെനു ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ മുമ്പ് ഇതേപോലെ പാനസോണിക്കിൻ്റെ മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ്, ഇതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോൺ വില കുറഞ്ഞ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ. സ്റ്റിൽ 8,949 റുപ്പീസിന് ഇത് വർത്താണ്. കാരണം ഇതിൻ്റെ കൂടെ ഒരു 1000 രൂപയോളം വില വരുന്ന ഒരു ചാർജർ കിട്ടുന്നുണ്ട്. ഫോണിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലാഗ് ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ എന്തെങ്കിലും സെക്യൂരിറ്റി അപ്ഡേറ്റിലൂടെ ചിലപ്പോൾ റെഡിയാകും, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടൊന്നായിരിക്കാം. സ്ക്രീൻ അത്ര ഭയങ്കര അടിപൊളിയൊന്നുമല്ല, 120 Hz വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സാധാരണ കാണാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിക്കട്ടെ. ഞാൻ ഇന്നൊരു ഓർഡറിലല്ല പറയണത്, ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ കാണാത്ത ചില കാര്യങ്ങൾ ഞാനിവിടെ കാണിക്കാം. ഓക്കെ, അത് എവിടെ ഇട്ടത്? അല്ല സോറി, ഇതാണ്ട സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് സ്ലൈഡറാണ്. പിന്നെ ക്ലോൺഡ് ആപ്സ് ഉണ്ട്, അത് സാധാരണ കാണുന്നത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ നമുക്ക് ക്ലോൺ ചെയ്യും. ഡബിൾ ടാപ്പ് ബാക്ക് പാനൽ കൊടുത്താൽ പിന്നെ ലൈറ്റ് ഓൺ ആവും, ഫ്ലാഷ് ലൈറ്റ്.
കോൾ റെക്കോർഡിംഗ് ഉണ്ട്. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. 3 ഫിംഗർ സ്ക്രീൻഷോട്ട്. അതുകൊണ്ട് നമ്മുടെ സ്മാർട്ട് ഐലൻഡ്, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഐഫോണിലൊക്കെ കാണുന്ന പോലത്തെ ഇവിടെ വന്നിട്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഐലൻഡ് പോലെ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ അതാണ് എനിക്ക് ഞാൻ കണ്ട വേറൊരു കാര്യം. പിന്നെ ഇതിൻ്റെ റിംഗ് ടൂൺസ് ഒക്കെ സാധാരണ ഈ ഒരു കാലത്ത് അധികം ഫോണുകളിൽ ഭയങ്കരമായിട്ട് റിംഗ് ടൂൺസോ നോട്ടിഫിക്കേഷൻസ് ഒന്നും കാണാറില്ല. പക്ഷെ ഈ ഫോണിൽ കുറേ റിംഗ് ടൂൺസ് ഉണ്ട്. ബട്ട് അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളതൊന്നുമല്ല, ബട്ട് സ്റ്റിൽ കുറേ ഉണ്ട്. അതെല്ലാം നല്ല അടിപൊളി സൗണ്ട്, നല്ല ലൗഡറാണ് ഈ ഫോൺ. അപ്പൊ ഇതിങ്ങനെ ഒരു മൾട്ടിമീഡിയ ഡിവൈസ് ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സിനിമ കാണാനും മറ്റുള്ള കാര്യം, അല്ലാതെ ഗെയിം കളിക്കാനൊന്നും പറ്റില്ല. അതും കരുതി ഇതൊന്നും ആരും വാങ്ങിക്കാൻ പോകണ്ട. ബേസിക് ആയിട്ടുള്ള ഫോണാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. 4GB 128 ആണ് ഞാൻ വാങ്ങിച്ചതിൻ്റെ പർപ്പസ് പറഞ്ഞു. സോ അതാണ് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ്. ഇത് മലയാളത്തിൽ ഞാൻ അങ്ങനെ അതിൻ്റെ റിവ്യൂസ് ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എടുത്ത് ചെയ്തത്. എനിക്കറിയുന്ന രീതിക്ക്. നമ്മളെ പണി പെർഫ്യൂംസ് ആണ്. ബട്ട് സ്റ്റിൽ ഫോണുകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ വെച്ചാൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇത് ചെറിയ പ്രൈസിന് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കൺസിഡർ ചെയ്ത വേറൊരു ഫോണ് അൽക്കാട്ടലായിരുന്നു. അൽക്കാട്ടൽ എന്തായാലും അതിൻ്റെ പ്രൈസ് ഒന്നും കൂടി കുറയട്ടെ. ഇത് ആ ഒരു പ്രൈസിന് അത് വേർത്തല്ല. ഒന്നും കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ അതുവരെ ഇതും കൊണ്ട് നടക്കുക. ഓക്കെ, ഇതെൻ്റെ മെയിൻ ഫോണോ അല്ലെങ്കിൽ സെക്കൻഡറി ഫോണോ ഒന്നുമല്ല. ഇത് ഞാൻ എൻ്റെ ഓഫീസ് പർപ്പസുകൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ കൂടെ കൊണ്ടു കിടക്കുന്ന ഒരു ബാക്കപ്പ് ഫയൽസ് കീപ്പ് ചെയ്യുന്ന ഒരു ഫോൺ. എന്നെ സംബന്ധിച്ച് ഇതിന് അത്രേ യൂസ് ഉള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ കയ്യിൽ കിടക്കും. പിന്നെ പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞാനിതിൽ നെറ്റ് യൂസ് ചെയ്യാനോ ക്യാമറ യൂസ് ചെയ്യാനോ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഫോർ ഒരു കയ്യിലൊരു ഫോൺ.